നമസ്കാരം. വൈദ്യുതി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. വെള്ളം ഉപയോഗിച്ച് ടർബൈനുകൾ തിരിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു, അല്ലേ? അതേസമയം വെള്ളത്തിലും വൈദ്യുതി ഉണ്ടെന്നും ഇത് വേർതിരിച്ച് ഉപയോഗിക്കാമെന്നും തെളിയിക്കുന്ന ഒരു കണ്ടെത്തൽ ഈയിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രകൃതിദത്തമായ ഊർജങ്ങൾക്ക് പുറമെ മറ്റു വഴികളിലൂടെയും ഊർജം നിർമ്മിച്ച് അത് ഉപയോഗിക്കുകയാണ് മനുഷ്യൻ. ഇതിൽ വൈദ്യുതി ഉണ്ടാക്കാനായി മനുഷ്യൻ പല വഴികളും തേടാറുണ്ട്. വെള്ളം, സോളാർ, കാറ്റാടി അങ്ങനെ പലതും ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നു. ഈ ലിസ്റ്റിലേക്ക് അധികം വൈകാതെ തന്നെ കണ്ണീരും എത്തുമെന്നറിയാമോ? കണ്ണുനീർ, ഉമിനീർ, പാൽ, മ്യൂക്കസ് എന്നിവയിൽ കാണപ്പെടുന്ന ലൈസോസൈം എന്ന പ്രോട്ടീനിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് നേരത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ലൈസോസൈം എന്ന പ്രോട്ടീനാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുക. മെക്കാനിക്കൽ എനർജിയെ വൈദ്യുതോർജ്ജവുമാക്കി മാറ്റാൻ പദാർത്ഥങ്ങളെ അനുവദിക്കുന്ന ഡയറക്റ്റ് പൈസോ ഇലക്ട്രിസിറ്റി ആണ് ഇതിന് കാരണം. പീസോ ഇലക്ട്രിക് എന്ന ഗണത്തിൽ ഉൾപ്പെട്ട പദാർത്ഥമാണ് ലൈസോസൈം. പീസോ ഇലക്ട്രിക് പദാർത്ഥങ്ങളുടെ മേൽ മർദ്ദം ചെലുത്തിയാൽ ഇവയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും. വാച്ചിലും മറ്റും ഉപയോഗിക്കുന്ന കോഡ്സ് ഇതിന് ഉദാഹരണമാണ്. മൊബൈൽ ഫോണുകളിലും പീസോ ഇലക്ട്രിക് പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കോഡ്സ് ക്രിസ്റ്റൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ അതേ അളവിലുള്ള വൈദ്യുതിയാണത്രേ ഈ പ്രോട്ടീനിലും ഉണ്ടാകുന്നത്. വിഷാംശം ഒട്ടുമില്ലാത്ത പ്രോട്ടീൻ ഭാവിയിൽ പല മേഖലകളിലും ഉപകരിക്കുമെന്നാണ് നിഗമനം. ഭാവിയിൽ നമ്മുടെ കണ്ണീരിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ചെറു ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിന് അത് ഉപയോഗിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ. വെബ് ഡെസ്ക് തത്തുമൈ TV.